അപ്പോൾ നമ്മളെ ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കഴിഞ്ഞു. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ആവറേജ്, കുഴപ്പമില്ല എന്നല്ല, ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ അത്ര അധികം ഫോക്കസ് ചെയ്തിട്ടൊന്നും പഠിച്ചില്ല. കാരണം നാളെ രാവിലെ ഇനിയിപ്പോൾ ബയോളജീൻ്റെ എക്സാം ഉണ്ട്, +2ൻ്റെ എക്സാം. അപ്പോൾ അത് ഈ ഫിസിക്സിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബയോളജീൻ്റെ എക്സാമിനാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചിരുന്നാലും അത്ര ഡീപ്പായിട്ടൊന്നും പഠിച്ചില്ല. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്രാവശ്യം +1 എഴുതുന്ന കുട്ടിക്കൊക്കെ കുറച്ചും കൂടി സിമ്പിൾ ആവുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി എക്സാം പേപ്പറിൽ എന്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 1 വേർഡൊന്നും എത്ര പ്രശ്നമില്ലെന്ന്. ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ 1 വേർഡൊന്നും എത്ര പ്രശ്നമില്ലെന്ന്. പിന്നെ ഈ മാച്ച് ദ ഫോളോയിങ്ങും അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസും ഡിഫൈൻ പവർ അതൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഈ ഫിഗർ എന്നുള്ള ക്വസ്റ്റ്യനും പിന്നെ അവസാനത്തെ ഫിഗർ എന്നുള്ള ക്വസ്റ്റ്യനും അതും കുറച്ചും കൂടിയൊക്കെ പഠിച്ചതായിരുന്നു. പിന്നെ 4 മാർക്കിക്ക് വരികയാണെങ്കിൽ അതിൽ ഈ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിഫറൻസിയേഷൻ ആ ഭാഗവും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നി. അതൊക്കെ പിന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനും പിന്നെ പ്രൊജക്റ്റ്, ടൈം ഓഫ് ദ ഫ്ലൈറ്റ് അതും അത്യാവശ്യം കുഴപ്പമില്ല. ഹ്യൂഗ്സ് ലോ ആ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നെ സംബന്ധിച്ച്. കാരണം അത്ര പഠിച്ചിട്ടൊന്നുമില്ലെന്ന്. ഇത്രയൊക്കെയാണ് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. എക്സാമിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടതെന്നൊക്കെ പറയാം. നാളത്തെ ബയോളജീൻ്റെ എക്സാമിൻ്റെ റിവ്യൂ വേണമെങ്കിൽ അതും പറയാം. പിന്നെ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.